എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചോക്ക് ഡ്രീംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കേടെറ്റ് പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് ഇപ്പോൾ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്കിനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ മുന്നിലുള്ളൂ. അതുകൊണ്ടുതന്നെ അവസാന നിമിഷത്തെ തിരക്കൊഴിവാക്കാൻ എല്ലാവരും എത്രയും വേഗം ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ വളരെ ലളിതമായി ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ പലരും ചോദിക്കുന്നൊരു കാര്യമാണ് അപേക്ഷാ നമ്പറോ ഐഡിയോ മറന്നുപോയാൽ എന്തു ചെയ്യുമെന്നത്. അത് വീണ്ടെടുക്കാനുള്ള വഴിയും ഈ വീഡിയോയിൽ നമ്മൾ വിശദമായി പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ആദ്യമായി നമ്മൾ കേരള പരീക്ഷാ ഭവന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ketet.kerala.gov.in എന്ന സൈറ്റിലേക്കാണ് പോകേണ്ടത്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആദ്യത്തെ കമന്റായും നൽകിയിട്ടുണ്ട്. വെബ്സൈറ്റ് ഓപ്പണായി വരുമ്പോൾ ഹോം പേജിൽ തന്നെ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് ഡിസംബർ 2025 എന്ന് പച്ച നിറത്തിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ലോഡാകാൻ അല്പം താമസമുണ്ടെങ്കിൽ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്താൽ മതിയാകും. ഇപ്പോൾ തുറന്നുവരുന്ന വിൻഡോയിൽ 3 പ്രധാന കോളങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഒന്നാമതായി നിങ്ങളുടെ 6 അക്ക ആപ്ലിക്കേഷൻ നമ്പർ അവിടെ നൽകുക. രണ്ടാമത്തെ കോളത്തിൽ ആപ്ലിക്കേഷൻ ഐഡി കൃത്യമായി ടൈപ്പ് ചെയ്യുക. ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലുള്ള അപേക്ഷാ ഫോമിൽ ഉണ്ടാകും. അതിനുശേഷം മൂന്നാമത്തെ കോളത്തിൽ നിങ്ങളുടെ കാറ്റഗറി സെലക്ട് ചെയ്യണം. അതായത് കാറ്റഗറി 1, 2, 3 അല്ലെങ്കിൽ 4 ഇതിലേതാണോ നിങ്ങൾ അപേക്ഷിച്ചത് അത് തിരഞ്ഞെടുക്കുക. ഇത്രയും വിവരങ്ങൾ നൽകിയ ശേഷം താഴെ കാണുന്ന ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് സ്ക്രീനിൽ വരും. ഇത് മൊബൈലിൽ സേവ് ചെയ്യുക. ശേഷം ഒരു പ്രിന്റ് ഔട്ട് നിർബന്ധമായും എടുത്ത് സൂക്ഷിക്കണം. ഇനി ആപ്ലിക്കേഷൻ നമ്പറോ ഐഡിയോ കയ്യിലില്ലാത്തവർക്ക് അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇതിനായി ലോഗിൻ പേജിന് താഴെയായി നൽകിയിരിക്കുന്ന ഫോർഗോട്ട് ആപ്ലിക്കേഷൻ നമ്പർ ഓർ ഐഡി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പുതിയൊരു പേജ് വരും. നിങ്ങളുടെ പേര് അപേക്ഷയിൽ നൽകിയതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ജനനതീയതി ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. അവസാനം നിങ്ങൾ അപേക്ഷിക്കാൻ നൽകിയ മൊബൈൽ നമ്പർ നൽകി സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങളുടെ അപേക്ഷാ നമ്പറും ഐഡിയും തെളിയും. ഇത് നോട്ട് ചെയ്തു വച്ച ശേഷം ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ്. നമുക്കറിയാം, ഫെബ്രുവരി 21-നും 23-നുമാണ് പരീക്ഷകൾ നടക്കുന്നത്. ഹാൾ ടിക്കറ്റ് പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ പേരും ഫോട്ടോയും പരീക്ഷാ കേന്ദ്രവും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. പരീക്ഷാ ദിവസങ്ങളിൽ ഹാൾ ടിക്കറ്റിനോടൊപ്പം നിങ്ങളുടെ അസൽ തിരിച്ചറിയൽ രേഖയും, ഉദാഹരണത്തിന് ആധാർ കാർഡ്, വോട്ടർ ഐഡിയും കരുതാൻ മറക്കരുത്. പരീക്ഷാ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ട സമയം ഹാൾ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അത് കൃത്യമായി പാലിക്കുക. ഇതുപോലുള്ള കൂടുതൽ ഉപകാരപ്രദമായ വിവരങ്ങൾക്കും കേടെറ്റ് ക്ലാസുകൾക്കുമായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും പരീക്ഷയിൽ മികച്ച വിജയം ആശംസിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.